എടാ ഏറ്റവും ബെസ്റ്റ് പിള്ളേർ ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്യല്ല, എന്നാൽ പോലും എനിക്ക് ഒന്നും കൂടി ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത് നമ്മുടെ ഹ്യൂമാനിറ്റീസ് പിള്ളേരെ തന്നെയാണ്. ഇത് കാണുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ സയൻസ് പിള്ളേർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ട്രീമിലുള്ള പിള്ളേരൊക്കെ വന്നിട്ട് ഇന്നെ പൊങ്കാലിടും. പക്ഷെ ഞാനൊരു കാര്യം പറയുന്നത്, നമുക്ക് ചില ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള കുറേ പ്രോബ്ലം സോൾവിങ് ഒക്കെ ചിലപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഹ്യൂമാനിറ്റീസ് പിള്ളേരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതായത് എത്രയോ വായിച്ച് അതിലുള്ള വർഷങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. വർഷങ്ങളൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. 1957 ഉള്ളത് ചിലപ്പോൾ 58 ആയിട്ട് നമുക്ക് എക്സാം ആണെന്ന് തോന്നാം, അല്ലെങ്കിൽ 1960 ആണോ 61 ആണോ 62 ആണോ ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. ഇങ്ങനെ ഇയറുകൾ കൃത്യമായിട്ട് പഠിക്കേണ്ടി വരും. ഇങ്ങനെ കുറേ ആളുകളുടെ പേരുകളുണ്ട്. ഈ ആളുകളുടെ പേര് അത് പൊളിറ്റിക്സിലാവട്ടെ, ഹിസ്റ്ററിയിലാവട്ടെ, സോഷ്യോളജിയിലാവട്ടെ, എക്കണോമിക്സിലാവട്ടെ, ഇതൊക്കെ പഠിക്കാണ്ട്. ഇനി ഇതിലപ്പുറം ഓരോ പാരഗ്രാഫും എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൃത്യമായി മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറയാം ഹ്യൂമാനിറ്റീസിൻ്റെ നിങ്ങൾ അടിപൊളിയാണടാ. ഒരുപക്ഷെ പലരും പറഞ്ഞിട്ടില്ലേ ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ എളുപ്പമാണ്, അത് വെറും മണ്ടത്തര. അത് പഠിച്ചവർക്കറിയാം. ഒരു പക്ഷേ ഇതിൽ പഠിച്ചവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ വന്ന് കമൻറ്റ് ചെയ്തോളൂ. അതായത് എത്രയോ പഠിച്ചു കഴിയുമ്പോഴേക്കും ഫസ്റ്റത്തെ പാരഗ്രാഫ് മറന്നിട്ടുണ്ടാവും. ഫസ്റ്റത്തെ പാരഗ്രാഫ് നമ്മൾ എസ് എ ക്വസ്റ്റ്യൻ്റെ 2 പേജ് നമ്മളിതിങ്ങനെ പഠിച്ചെത്തുമ്പോഴേക്കും വെറുതെ ഒന്ന് നോക്കി വായിച്ചു പോയാൽ പോരല്ലോ. ഇതൊരു പ്രസംഗം നടത്താൻ പോകുന്നല്ലോ. നമ്മളത് കൃത്യമായിട്ട് എഴുതണ്ടേ, കൃത്യമായ പോയിന്റുകൾ എഴുതണം, അത് ഓരോ പാരഗ്രാഫായിട്ട് എഴുതണം, ഓരോന്നിനും കറക്റ്റായിട്ടുള്ള കണ്ടന്റ് വേണം. ഇതൊക്കെ ഏതൊക്കെ സബ്ജക്റ്റ്, സോഷ്യോളജി അല്ലെങ്കിൽ പൊളിറ്റിക്സ്, പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്ററി, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അത്രത്തോളം പഠിക്കാണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഹ്യൂമാനിറ്റീസ് കുട്ടികൾ അടിപൊളിയാണ് മക്കൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇന്ത്യയിലെ തന്നെ പരീക്ഷകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സിവിൽ സർവീസ് നിങ്ങൾക്ക് നേടാനും എളുപ്പമാണ്. നിങ്ങൾക്ക് നേടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സംഭവമാണ് ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ബേസ് നിങ്ങൾ സെറ്റായിരിക്കുകയാണ്. സയൻസ് കുട്ടികളൊക്കെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ സിവിൽ സർവീസ് കോച്ചിങ്ങിനൊക്കെ പോയിട്ട് നിങ്ങളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ സെറ്റാക്കേണ്ടി വരും. അതായത് സിവിൽ സർവീസിന് ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് എന്നാണ് പറയുന്നത്, അല്ല 12ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് എന്നാണ് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഓൾറെഡി നിങ്ങളിത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന മക്കളാണ്. അപ്പോൾ ശരിക്കും നിങ്ങളല്ല അടിപൊളി, നിങ്ങൾ തന്നെയാണ് അടിപൊളി. പക്ഷേ എവിടേക്കാണ് നിങ്ങൾക്ക് പിഴവ് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിലൊറ്റ കാര്യം തന്നെ ഉള്ളൂ, അത് അവസാനത്തേക്ക് മാറ്റിയേക്കുക. ഇത്രത്തോളം പഠിക്കാനുണ്ടായിട്ട് ഇത്രത്തോളം അടിപൊളിയായിട്ട് നിങ്ങൾ ഈ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുന്നത് എന്തിനാണെന്നാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നത്, അതുകൊണ്ടല്ലേ നിങ്ങൾ പരീക്ഷയ്ക്ക് ഫെയിലാവുന്നത്, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഫുൾ A+ മിസ്സാവുന്നത്. ഇനി ഒന്ന് ചിന്തിച്ചോക്കടാ, ഇത്രയും അടിപൊളിയായ, ഇത്രയും സ്കില്ലുള്ള, ഇത്രത്തോളം കാലിബറുള്ള നിങ്ങൾ വെറുതെ കഴിവ് നശിപ്പിക്കല്ലേ, വെറുതെ കൊണ്ടുപോയി നശിപ്പിക്കല്ലേ. നിങ്ങൾ ഫസ്റ്റ് മുതൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ മുന്നിൽ കൊടുക്കുന്നതാണ് സൂപ്പർ ബാച്ച്. നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കും. മാത്രമല്ല നിങ്ങൾക്ക് CUT പോലെയുള്ള കിടിലൻ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റും. ഇനി നിങ്ങൾ പറ, നിങ്ങൾ ടോപ്പാണോ അതോ നിങ്ങൾ ഇത്രത്തോളം സ്കില്ല് പടച്ചോൻ ദൈവം നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾ അതൊന്നും വേണ്ട, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോളാം എന്നുള്ള രൂപത്തിൽ ഇരിക്കാനാണ് തയ്യാറെങ്കിൽ അങ്ങനെ എഴുതാം. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.